എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ കൂടെയൊക്കെ കഴിക്കാൻ സൈഡ് ഡിഷായി തയ്യാറാക്കിയ കോവയ്ക്ക കൊണ്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 6 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ഇതേപോലെ അതിൻ്റെ മുകൾ വശവും അടിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഓരോന്നും എടുത്ത് നീളത്തിലിങ്ങനെ നടുവിൽ കൂടി കീറി 4ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിതിൽ ചേർക്കുന്ന ക്യാപ്സിക്കവും സവാളയും എല്ലാം ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കോവയ്ക്ക കുറച്ച് വിളഞ്ഞു പോയതാണ്. നിങ്ങൾ കോവയ്ക്ക എടുക്കുമ്പോൾ അധികം മൂക്കാത്ത കോവയ്ക്ക നോക്കി എടുത്തോളൂ. ഇനി ഇതേപോലെ എൻ്റെ കയ്യിൽ 3 കളറ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ 3 ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം കളറ് 3 എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളറായാലും മതി. ഇനി സവാളയും ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. പിന്നീട് 2 പച്ചമുളകും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്കയിൽ കുറച്ച് പണിയുണ്ട്. ഒരു മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കോവയ്ക്കെല്ലാം മുട്ടയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കോൺഫ്ലവർ എടുത്തതിന് ശേഷം നന്നായിട്ട് ആ പാത്രത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്ത കോവയ്ക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കോൺഫ്ലവർ കോട്ട് ചെയ്തെടുക്കാം. ഇനി കോൺഫ്ലവറിൽ കോട്ട് ചെയ്തെടുത്ത കോവയ്ക്ക് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോവയ്ക്ക് ഇത്രയും കനത്തിൽ കട്ട് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സമയം എണ്ണയിൽ കിടന്നാലേ നന്നായിട്ട് ഇത് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്ന് പാകത്തിന് നന്നായി മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാലൻസ് ഉള്ളതെല്ലാം വറുത്ത് ഇതേപോലെ കോരിയെടുത്തിട്ടുണ്ട്. നന്നായി മൂത്ത് വരുമ്പോൾ ഇതേപോലെ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതിയാകും. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഒരുപാടങ്ങ് വെന്ത് സോഫ്റ്റായി പോകേണ്ട ആവശ്യമില്ല. സവാള ഇട്ട് ചെറുതായി ഒന്ന് വാടിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം 3 ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് പിന്നെ ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. പിന്നീട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതിയാകും. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നീട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കോവയ്ക്ക ചില്ലി റെഡിയായി കഴിഞ്ഞു. ഇത് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കോവയ്ക്ക ഉള്ളപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.